വെൽക്കം ഓൾ എല്ലാ പേർക്കും ബിടെക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ 16 ബിറ്റ് അഡിഷൻ ഓഫ് 2 നമ്പേഴ്സ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. അതിനായിട്ട് രണ്ട് 16 ബിറ്റ് നമ്പർ ഞാൻ എഴുതുവാണ്. 9091 എന്ന് പറഞ്ഞ ഒരു 16 ബിറ്റ് നമ്പർ, അതിനോടൊപ്പം ആഡ് ചെയ്യാനായിട്ട് 9293 എന്നൊരു 16 ബിറ്റ് നമ്പർ കൂടി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ എഴുതിയിരിക്കുന്നത് ഓരോന്നും 16 ബിറ്റായിട്ടുള്ള ഒരു നമ്പറാണ്. 16 ബിറ്റ് നമ്പറായിട്ട് നമ്മൾ രണ്ട് നമ്പേഴ്സിനെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അഡിഷൻ ചെയ്യുക. നമുക്കറിയാം, ഈ തന്നിരിക്കുന്ന നമ്പർ ഹെക്സാ ഡെസിമൽ ഫോമിലുള്ള നമ്പറാണ് തന്നിരിക്കുന്നത്. സോ ഈ ഹെക്സാ ഡെസിമൽ നമ്പറിനെ നമുക്ക് അഡിഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ബൈനറി ആയിട്ട് കൺവെർട്ട് ചെയ്യാം. ഓരോ ഡിജിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി കോഡ് എഴുതുക. എന്നിട്ട് നമുക്കതിനെ തമ്മിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ 8 ബിറ്റ് അഡിഷൻ ചെയ്ത സമയത്ത് ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് ഇത് ചെയ്യുന്നതിനും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഓരോ ഡിജിറ്റിനെ സ്പ്ലിറ്റ് ചെയ്തു നമ്മൾ 16 ബിറ്റ് നമ്പറാക്കി മാറ്റി. ഇനി ബൈനറി അഡിഷനാണ് ചെയ്യുന്നത്. ബൈനറി അഡിഷൻ ചെയ്യാനൊക്കെ നമുക്കറിയാം. സോ ഓരോ ഡിജിറ്റ്സിനെയും ഓരോ ബിറ്റ്സിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, 8 ബിറ്റ് അഡിഷൻ ചെയ്ത സമയത്ത് നമ്മളിതേക്കുറിച്ചെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 8 ബിറ്റ് അഡിഷൻ്റെ ഏകദേശം സെയിം പ്രൊസീജിയർ തന്നെയാണ് ഈ ഒരു 16 ബിറ്റ് അഡിഷനും നമ്മൾ ചെയ്യുന്നത്. കുറച്ച് പോർഷൻസിൽ മാത്രമേ നമുക്ക് വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, രണ്ട് 16 ബിറ്റ് നമ്പറിനെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ, ബൈനറിയിലുള്ള ആൻസർ കിട്ടി. ഇതിനെ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹെക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ബൈനറിയെ ഹെക്സിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. കൺവേർട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് 1 2 3 2 4 എന്നുള്ള ഒരു ഹെക്സാ ഡെസിമൽ നമ്പറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ആൻസർ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതൊരു 20 ബിറ്റുള്ള ആൻസറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. രണ്ട് 16 ബിറ്റ് നമ്പറിനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ നമുക്കിപ്പോൾ കിട്ടിയത് 20 ബിറ്റുള്ള ആൻസറാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അതിനകത്ത് 20 ബിറ്റ്സാണ് ഉള്ളത്. അപ്പോൾ രണ്ട് 16 ബിറ്റ് നമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് 16 ബിറ്റ് തന്നെ ആൻസറായി വരണമെന്നില്ല. നമുക്ക് 20 ബിറ്റ്സ് വരെയുള്ള നമ്പർ ആൻസറായി വരാനായി ചാൻസ് ഉണ്ട്. അത് നമ്മൾ 8 ബിറ്റ് അഡിഷൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. ആ ഒരു 8 ബിറ്റ് അഡിഷന് പറഞ്ഞ അതേ പ്രൊസീജിയർ തന്നെയാണ് ഇതിലും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ 20 ബിറ്റുള്ള ആൻസറിനെ നമുക്ക് ഔട്ട്പുട്ട് ലൊക്കേഷനുകളിൽ സ്റ്റോർ ചെയ്യുക. 4500 എന്നുള്ളൊരു എക്സ്റ്റേണൽ മെമ്മറി അഡ്രസ്സ് എടുക്കുന്നു. അതിനകത്ത് ഞാൻ 24 എന്നുള്ള ഒരു 8 ബിറ്റ് നമ്പറിനെ സ്റ്റോർ ചെയ്തു. നമുക്കറിയാം, ഒരു മെമ്മറി അഡ്രസ്സിനകത്ത് 8 ബിറ്റ് ഡേറ്റയെ മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാനായി പറ്റുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യുക എന്നുള്ളത് മാത്രമേ പറ്റുന്നുള്ളൂ. 4501ൽ അടുത്ത പോർഷൻ 23 എന്നുള്ള നമ്പറിനെ ഞാൻ സ്റ്റോർ ചെയ്തു. എഗെയിൻ മൂന്നാമത്തെ ലൊക്കേഷൻ എടുത്തു, 4502 എടുത്തിട്ടാണ് അതിനകത്തേക്ക് 001 എന്നുള്ള ക്യാരിയെ നമ്മൾ സ്റ്റോർ ചെയ്തത്. സോ ഒരു 20 ബിറ്റ് നമ്പറാണ് ആൻസറായി വന്നത്. നമുക്ക് ഒരു മെമ്മറി അഡ്രസ്സിൽ 8 ബിറ്റിനെ മാത്രമേ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. സോ നമ്മൾ 3 ലൊക്കേഷൻ എടുത്തിട്ടാണ് ഈ ഒരു ഫുൾ ആൻസറിനെ സ്റ്റോർ ചെയ്ത് വച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 16 ബിറ്റ് നമ്പറിൻ്റെ അഡിഷൻ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഇത് ആഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഈ 16 ബിറ്റ് അഡിഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു അഡ്രസ്സിലേക്ക് ഈ 16 ബിറ്റിനെ മെമ്മറി അഡ്രസ്സിലേക്ക് കൊടുക്കാനായി സാധ്യമല്ല. സോ ഈ തന്നിരിക്കുന്ന നമ്പറിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ആഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുന്നിലുള്ള വഴിയുള്ളൂ. സോ 91 ആണ് ഫസ്റ്റ് നമ്പറിൻ്റെ LSD എന്ന് പറയുന്നത്, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ഓർ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബൈറ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, MSD രണ്ട് നമ്പേഴ്സിൻ്റെയും LSDയും MSDയും നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഈ ഒരു 16 ബിറ്റ് അഡിഷൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സിൻ്റെയും LSDനെ തമ്മിൽ ആഡ് ചെയ്യുന്നു. അത് ഒരു ലൊക്കേഷനിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു.
ഇപ്പോൾ 4200 എന്ന് പറഞ്ഞ ഒരു ഇൻപുട്ട് ലൊക്കേഷൻ മെമ്മറി അഡ്രസ്സ് എടുത്തു. അതിനകത്തേക്ക് ഞാൻ ഫസ്റ്റ് നമ്പറിൻ്റെ LSDയെ കൊടുക്കുകയാണ്. അപ്പം LSD എന്ന് പറഞ്ഞാൽ എന്താണ്? 91 കൊടുത്തു. ഇനി തൊട്ടടുത്തൊരു ലൊക്കേഷൻ ഞാൻ എടുക്കുന്നു. സെക്കൻഡ് നമ്പറിൻ്റെ LSD അതിലേക്ക് കൊടുക്കുന്നു. 4201 എന്നുള്ള മെമ്മറി അഡ്രസ്സ് എടുത്തു. അതിൽ 93 എന്നുള്ള ഇൻപുട്ട് കൊടുത്തു. അതായത് സെക്കൻഡ് നമ്പറിൻ്റെ LSD കൊടുത്തു. ഇത് രണ്ടും നമ്മുടെ LSD ഇൻപുട്സുകളാണ്. സെക്കൻഡ് നമ്പറിൻ്റെയും LSD എടുത്തിട്ടാണ് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അത് ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട്, കാരണം 8 ബിറ്റ് മാത്രമേ ഒരു ലൊക്കേഷനിൽ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 16 ബിറ്റ് നമ്പറിനെ നമ്മൾ രണ്ടായി സ്പ്ലിറ്റ് ചെയ്ത് ആഡ് ചെയ്യാനേ നമുക്ക് കഴിയത്തുള്ളൂ. ഓക്കെ, 4500 എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് ലൊക്കേഷൻ ഞാൻ എടുക്കുന്നു. ആ ഔട്ട്പുട്ട് ലൊക്കേഷനിൽ ഈ LSDs തമ്മിൽ ആഡ് ചെയ്ത റിസൾട്ട് എന്താണ് കിട്ടുന്നത്? 24 ആണ് ആൻസർ കിട്ടുന്നത്. അതിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണ്. ഇനി MSDകളെ തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാം. 4202 എന്നുള്ള നെക്സ്റ്റ് ലൊക്കേഷൻ എടുക്കുന്നു. MSDകളെ തമ്മിൽ ആഡ് ചെയ്യുന്നു. ആ റിസൾട്ടിനെ നമ്മൾ ഒരു ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. 4202നെ എടുക്കുന്നു. അതിൽ 90 എന്നുള്ള നമ്പർ കൊടുക്കുന്നു. 4203 എന്നുള്ള ലൊക്കേഷൻ എടുക്കുന്നു. അവിടെ 2 എന്നുള്ള നമ്പർ നമ്മൾ കൊടുക്കുന്നു. നിങ്ങൾക്ക് ഈ മെമ്മറി അഡ്രസ്സ്, ഇഷ്ടമുള്ള മെമ്മറി അഡ്രസ്സ് എടുക്കാവുന്നതാണ്. 4501 ഈ രണ്ട് നമ്പറും കൂടി ആഡ് ചെയ്ത റിസൾട്ട്, അത് ആഡ് ചെയ്ത റിസൾട്ട് എത്രയാണ്? 23 എന്നുള്ള റിസൾട്ട് 4501 എന്നുള്ള ഒരു മെമ്മറി അഡ്രസ്സിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇത് രണ്ടും MSD ഇൻപുട്ടാണ്. ഓക്കെ, ഇത് LSD ഔട്ട്പുട്ടാണ്. ഇത് MSD ഔട്ട്പുട്ടാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ആ ഒരു 16 ബിറ്റ് നമ്പറിനെ സ്പ്ലിറ്റ് ചെയ്താണ് ആഡ് ചെയ്തത്. അതോടൊപ്പം നമുക്കൊരു ക്യാരി ജനറേറ്റ് ആയി വരുന്നുണ്ട്. അത് 4502 എന്ന് പറയുന്ന അടുത്ത ലൊക്കേഷൻ എടുത്തിട്ട് ആ ഔട്ട്പുട്ട് അവിടെ ക്യാരി ആയിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു 16 ബിറ്റ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം LSDനെ തമ്മിൽ ആഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് MSDയെ തമ്മിൽ ആഡ് ചെയ്യുന്നു. LSDയുടെ റിസൾട്ട് ഒരു ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്നു. MSDയുടെ റിസൾട്ട് അടുത്ത ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്നു. ക്യാരി സ്റ്റോർ ചെയ്യാനായിട്ട് മൂന്നാമതൊരു ലൊക്കേഷനും കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് ഇൻപുട്ട് ഒരിക്കലും ഡയറക്റ്റ് ഒരു മെമ്മറി അഡ്രസ്സിൽ ഒരു 16 ബിറ്റ് ഡേറ്റ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും പോർഷൻ LSD ആണ്, ഇത്രയും പോർഷൻ എന്താണ്? MSD ആണ്. രണ്ട് നമ്പേഴ്സിൻ്റെയും LSD MSD നമ്മൾ മാർക്ക് ചെയ്യുന്നു. ആദ്യം LSD ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 ബിറ്റ് അഡിഷൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതേ പ്രൊസീജിയർ ചെയ്യുന്നു. LSD ആഡ് ചെയ്യുമ്പോൾ ക്യാരി എന്തെങ്കിലും ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാരി നമ്മൾ MSDയുടെ കൂടെ ആഡ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. സോ ആ ഒരു കാര്യം മറന്നു പോകരുത്. LSD ആഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ക്യാരി ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്യാരി MSDയുടെ അഡിഷൻ നടക്കുന്ന സമയത്ത് അതോടൊപ്പം ആഡായി വന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ കിട്ടത്തുള്ളൂ. അപ്പം അതാണ് അതിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണ LSD ആഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് ആഡ് A,R0 എന്നുള്ള ഒരു ഇൻപുട്ട് മീൻസ് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണെങ്കിൽ എയിൽ LSDയുടെ ഒരു വാല്യൂ R0യിൽ വേറൊരെണ്ണം കൊടുത്താൽ നമുക്ക് അഡിഷൻ നടത്താൻ പറ്റും. പക്ഷേ MSD ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആഡ് CA,R0 എന്നുള്ളൊരു ഇൻസ്ട്രക്ഷനാണ് കൊടുക്കുന്നത്. അതായത് LSD ആഡ് ചെയ്ത് എന്തെങ്കിലും ക്യാരി ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്യാരിയോടൊപ്പമാണ് ഇനി MSDയിലുള്ള രണ്ട് വാല്യൂസും ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അത് നമ്മൾ വിട്ടുപോരുത്. സോ MSD ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആഡ് CA,R0 ആണ്. ആഡ് C എന്ന് പറഞ്ഞാൽ LSD ആഡ് ചെയ്ത് എന്തെങ്കിലും ക്യാരി ഉണ്ട് എങ്കിൽ ആ ക്യാരിയോടൊപ്പമാണ് MSD മറ്റുള്ള രണ്ട് നമ്പേഴ്സിൻ്റെ MSD ആഡ് ചെയ്യേണ്ടത്. ഇതാണ് ഒരു 16 ബിറ്റ് അഡിഷൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്.
ഇതൊരു പാർട്ട് 1 ആയിട്ട് നിങ്ങൾ കരുതുക. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകും. അതുകൊണ്ടാണ് ഇത് പാർട്ട് ബൈ പാർട്ടായിട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായി വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.